പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നാം പഠിച്ചു തുടങ്ങുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേര് റിപ്പോർട്ടഡ് സ്പീച്ച്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും അറിയപ്പെടുന്നു. PSCയുടെ പൊതുവെ എല്ലാ പരീക്ഷകളിലും റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. ടെൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ടെൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വേണ്ടത്ര അറിവ് നേടിവെക്കണം. കാരണം നമുക്ക് പലപ്പോഴും ആവശ്യമായി വരുന്ന ഒന്നാണ് ടെൻസ്. റിപ്പോർട്ടഡ് സ്പീച്ചും ടെൻസും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കിട്ടിയാൽ നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും ഓപ്ഷൻസിൽ നിന്ന് ശരിയായ ഉത്തരം വളരെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും. അതിന് ടെൻസിനെ കുറിച്ചുള്ള അറിവുണ്ടായാൽ മതി. വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യങ്ങളാണ് സാധാരണ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുന്നത്. നമ്മൾ നേരത്തെ ഒരു എലിമിനേഷൻ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ആ എലിമിനേഷൻ മെത്തേഡ് വഴി തന്നെയാണ് ഇവിടെയും നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത്. പക്ഷേ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ അത്ര വ്യാപകമായിട്ടൊന്നും ഇവിടെ ഉപയോഗിക്കേണ്ടതില്ല. നമുക്ക് തന്ന ഡയറക്റ്റ് സ്പീച്ചിലെ സെൻറ്റൻസ് നോക്കുക, ആ സെൻറ്റൻസിലെ ടെൻസ് ഏതാണെന്ന് നോക്കുക, ആ ടെൻസിന് അനുസൃതമായി മറ്റൊരു ടെൻസിലേക്ക് ഈ സെൻറ്റൻസിനെ കൊണ്ടുപോകണം. അപ്പോൾ ആ ടെൻസിലേക്ക് ഈ സെൻറ്റൻസ് ഏത് ഓപ്ഷനിലാണോ വന്നിട്ടുള്ളത് ആ ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്താണ് ഡയറക്റ്റ് സ്പീച്ച്? ഒരാൾ മറ്റൊരാളോട് പറയുന്ന കാര്യം, ഒരാൾ മറ്റൊരാളോട് പറയുന്നത് എന്താണോ, നേരിട്ട് പറയുന്നത് എന്താണോ, അതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഇത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഡയറക്റ്റാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം 3 തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എനിക്ക് മറ്റൊരാളോട് പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാം. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം കേട്ട് നിൽക്കുന്ന ഒരാൾക്കും അത് മറ്റൊരാളോട് പറയാം. അങ്ങനെ ഇങ്ങനെ 3 തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു സെൻറ്റൻസിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സെൻറ്റൻസ്. ഷീ സെഡ് ഐ ആം ഹാപ്പി. ഇതാണ് ഡയറക്റ്റ് സ്പീച്ച്. അവൾ നേരിട്ട് പറയുന്നതാണ്. അവളുടെ വാക്കുകളാണ് ഈ കൊട്ടേഷൻ്റെ അകത്തുള്ള ഐ ആം ഹാപ്പി. ഇതിനെ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്നാക്കി മാറ്റുമ്പോൾ അത് റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അവൾ പറഞ്ഞ കാര്യം, അവൾ നേരിട്ട് പറയുന്നത് ഐ ആം ഹാപ്പി എന്നാണ്, അത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൾ പറഞ്ഞത് എന്താണോ അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ റിപ്പോർട്ട് ചെയ്യുക. അപ്പോഴുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം ഐ ആം ഹാപ്പി എന്നുള്ളത് ഷീ വാസ് ഹാപ്പി എന്നായിട്ട് മാറിയിരിക്കുന്നു. ഈ മാറ്റം എങ്ങനെയാണ് വരുന്നത്? ഉത്തരത്തിൽ നിന്ന് 4 ഓപ്ഷൻസിൽ നിന്ന് ശരിയായ ഉത്തരം എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടെത്തേണ്ടത്? വളരെ എളുപ്പം. നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഇതിനെക്കുറിച്ചൊരു ആമുഖം പറയണമല്ലോ. അപ്പോൾ ഷീ സെഡ് എന്നത് കൊട്ടേഷന് പുറത്തുള്ള ഭാഗവും ഐ ആം ഹാപ്പി എന്നത് കൊട്ടേഷൻ അകത്തുള്ള ഭാഗമാണ്. അവളുടെ തനതായ വാക്കുകളാണ് ഐ ആം ഹാപ്പി എന്നത്. അപ്പോൾ അവൾ എന്നോടാണ് പറയുന്നതെങ്കിൽ ഷീ സെഡ് ഇറ്റ് ടു മീ. അടുത്ത സെൻറ്റൻസ് നോക്കുക. അവൾ എന്നോട് പറഞ്ഞു ഐ ആം ഹാപ്പി. അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ഹാപ്പി. അവൾ ഹാപ്പിയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾ നേരിട്ട് എന്താ പറയുന്നത്? ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ് എന്ന് അവൾ എന്നോട് നേരിട്ട് പറഞ്ഞു. അവൾ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ഹാപ്പി. അവൾ സന്തോഷവതിയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഇതാണ് റിപ്പോർട്ടിംഗ്. ഇതിലെ
ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കൊട്ടേഷന്റെ അകത്തുള്ള ഭാഗവും കൊട്ടേഷന് പുറത്തുള്ള ഭാഗവും ചേർന്നിട്ട് വന്നാൽ അത് ഡയറക്റ്റ് സ്പീച്ചായി. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് പോകുന്ന സമയത്ത് ഈ കൊട്ടേഷൻ മാർക്സ് ഉണ്ടാവില്ല, ഷീ സെറ്റിന് ശേഷമുള്ള കോമയൊന്നും ഉണ്ടാവില്ല, പിന്നെ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കിടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, ഐ ഷീ ആയിട്ട് മാറിയിട്ടുണ്ട്, ആം വാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ചില മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഷീ സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഉണ്ടായി, രണ്ട് ഭാഗം ഉണ്ടല്ലോ ഇതിനെ. ഷീ സെഡ് എന്നൊരു ഭാഗം അതിനെ കോമയിട്ട് മാറ്റി, എന്നിട്ട് മറ്റൊരു ഭാഗം കൊട്ടേഷനകത്താക്കി. അപ്പൊ രണ്ട് സെന്റൻസ് വന്നു. ഷീ സെഡ് എന്ന് പറയുന്ന ഒരു സെന്റൻസും ഐ ആം ഹാപ്പി എന്ന് പറയുന്ന മറ്റൊരു സെന്റൻസും. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ ഇവയെ രണ്ടും വെവ്വേറെ ആക്കാതെ ഒന്നിപ്പിക്കുക ചെയ്യുന്നത് ദാറ്റ് ചേർത്തിട്ട്. അപ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്നായി. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോംപ്ലക്സ് സെന്റൻസിലേക്കാണ് ഈ ഡയറക്റ്റ് സ്പീച്ച് പോകുന്നത്. അവൾ സന്തോഷവതിയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ അവൾ സന്തോഷവതിയാണെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഈ കോംപ്ലക്സ് സെന്റൻസിലേക്ക് പോകുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വന്ന കോമിട്ട് വേർപെടുത്തിയ സെന്റൻസുകളെ യോജിപ്പിച്ചു. ഈ കോംപ്ലക്സ് സെന്റൻസ് എന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയില്ല എന്നെനിക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് തന്നെ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. അത് ചിലരെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ കോംപ്ലക്സ് സെന്റൻസ്, എങ്ങനെ തിരിച്ചറിയുക, കോമ്പൗണ്ട്, കോംപ്ലക്സ്, സിമ്പിൾ സെന്റൻസുകളൊക്കെ. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളെ. കാരണം അത് പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസ് ഏത് വിഭാഗത്തിലാണ് വരുന്നത്, അത് കണ്ടെത്താൻ എളുപ്പമാണ്. അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷീ സെഡ് എന്ന ഭാഗം റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന പേരിലും കൊട്ടേഷന്റെ അകത്ത് വരുന്ന ഐ ആം ഹാപ്പി എന്ന ഭാഗം സ്പീച്ച് പാർട്ട് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഈ റിപ്പോർട്ടിംഗ് പാർട്ടിലുള്ള സെഡ് എന്ന് പറയുന്ന വേർബ് റിപ്പോർട്ടിംഗ് വേർബ് എന്ന പേരിൽ അറിയപ്പെടും. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഷീ സെഡ് വന്നുകൊണ്ട് ഷീ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് വന്നു. സെഡ് ടു മീ വന്നപ്പോൾ അത് ടോൾഡ് മീ എന്നായിട്ട് മാറി. ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്, ഈ ഭാഗം ചിലപ്പോൾ നമ്മളെ കൊടുക്കും. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തെക്കുറിച്ചും ശരിക്കും പഠിക്കണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് ഒരേ തരത്തിലുള്ള രണ്ട് സെന്റൻസ് കാണുമ്പോൾ അതിലേതാണ് ശരി ഉത്തരമെന്ന് കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ ഓപ്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒറ്റ സെന്റൻസ് ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് ഉദ്ദേശിക്കുന്ന സെന്റൻസ് രണ്ടെണ്ണം ഉണ്ട്. നിങ്ങൾ നോക്കാം, ഞാനത് പറഞ്ഞുതരാം. ഷീ സെഡ് ടു മീ ഐ ആം ഹാപ്പി എന്ന് കണ്ടല്ലോ. ഈ ആം എന്തായാലും വാസായിട്ട് മാറണം. അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്കറിയാം അത് വാസായിട്ട് മാറണമെന്ന്. ഇപ്പൊ സെന്റൻസിൽ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷനിൽ മാത്രമേ വാസ് ഉള്ളൂ എങ്കിൽ, വാസ് ഹാപ്പി എന്ന് ഒരു ഓപ്ഷനിലേ ഉള്ളൂ എങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഉത്തരം നൽകാം. ചിലപ്പോൾ 2 ഓപ്ഷനിൽ വരും. 2 ഓപ്ഷനിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്ന് 2 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യേണ്ടി വരും, ഈ ദാറ്റിന് മുമ്പുള്ള ഭാഗം നോക്കേണ്ടി വരും. അപ്പോൾ ഒരു ഭാഗത്തുണ്ടാവും ഷീ ടോൾഡ് മീ ഇതുപോലെ എന്നുണ്ടാവും, മറ്റൊരു ഭാഗത്തുണ്ടാവും ഒന്നുകിൽ ഷീ ടോൾഡ് ദാറ്റ്, അല്ലെങ്കിൽ ഉണ്ടാവും ഷീ ടോൾഡ് ടു മീ ദാറ്റ്. അങ്ങനെ വന്നു പോയാൽ അത് തെറ്റാണ്. ടോൾഡ് മീ എന്നേ വരാവൂ. ടോൾഡ് ദാറ്റ് എന്നോ ടോൾഡ് ടു മീ ദാറ്റ് എന്നോ വരാൻ പാടില്ല. കാരണം ടോൾഡിന് ശേഷം ആരോട് പറഞ്ഞു എന്ന് കാണിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ മീ വെച്ചു, അവനോട് പറഞ്ഞാണെങ്കിൽ ഹിമ്മ് വെക്കും, നിങ്ങളോട് പറഞ്ഞെന്നാണെങ്കിൽ യു വെക്കും, അവരോട് പറഞ്ഞെന്നുണ്ടെങ്കിൽ ദമ്മ് വെക്കും, ഇനി അവളോട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഹെറ് വെക്കും. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് എന്തായാലും വെക്കണം. ഇത് ഓർമ്മിക്കണം. ടോൾഡ് ദാറ്റ് എന്ന് പറയാൻ പാടില്ല, സെഡ് ദാറ്റ് എന്ന് പറയാം. സെറ്റിന് ശേഷം ഒബ്ജക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല.
സെഡിന് ശേഷം ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ടു ചേർക്കണം. സെഡ് മീ ദാറ്റ് എന്ന് വന്നാൽ തെറ്റാണ്. സെഡ് ടു മീ ദാറ്റ് എന്ന് വേണം. ഈ സെഡ് ടു എന്നതിൻ്റെ ഒറ്റ വാർഡാണ് ടോൾഡ്. അപ്പോൾ അതിൽ ടു അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ മീ വെക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓർക്കേണ്ടത് സെഡ് ദാറ്റ് എന്ന് പറയാം, ടോൾഡ് മീ ദാറ്റ് അല്ലെങ്കിൽ ടോൾഡ് ഹിം ആരോട് പറഞ്ഞു എന്നുള്ളത് ആ ടോൾഡിന് ശേഷം വെക്കണം, എന്നിട്ടേ ദാറ്റ് വെക്കാവും. പിന്നെ എങ്ങനെ പറയാൻ പാടില്ല? സെഡ് ടു ദാറ്റ് എന്ന് പറയാൻ പാടില്ല, സെഡ് മീ ദാറ്റ് എന്ന് പറയാൻ പാടില്ല. സെഡ് ടു എന്ന് വെച്ചാൽ ആരോട് പറഞ്ഞു എന്ന് വെക്കണം, അല്ലെങ്കിൽ ടു ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്നാൽ അതേസമയം സെഡ് ടു മീ എന്ന് പറഞ്ഞാലും ശരിയാണ്. സെഡ് മീ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതാണ് സെഡിൻ്റെ പഠിക്കേണ്ടത്. ടോൾഡിൻ്റെ പഠിക്കേണ്ടത് ടോൾഡ് മീ എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്നാൽ ടോൾഡ് ടു മീ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ടോൾഡ് ദാറ്റ് എന്ന് പറഞ്ഞാലും തെറ്റാണ്. ഇക്കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ റിപ്പോർട്ടിംഗ് പാർട്ടും സ്പീച്ച് പാർട്ടും ഇത് രണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇപ്പോൾ ഇവിടെ കൊടുത്ത സെന്റൻസിൽ ഷീ സെഡ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് പാർട്ടാണ്. കൊട്ടേഷൻ്റെ അകത്ത് വരുന്ന ഐ ആം ഹാപ്പി എന്നത് സ്പീച്ച് പാർട്ടാണ്. അതാണല്ലോ സംസാരം. ഇവ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്നു. അപ്പോൾ യോജിപ്പിക്കാൻ ഇവിടെ ഈ ഐ ആം ഹാപ്പി എന്നതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. സ്റ്റേറ്റ്മെൻറ്റിനെ യോജിപ്പിക്കാൻ സാധാരണ ഉപയോഗിക്കുന്നത് ദാറ്റാണ്. അപ്പോൾ ഈ ദാറ്റ് വെക്കണം എന്ന് നിർബന്ധം ഇല്ല. ഷീ സെഡ് ഷീ വാസ് ഹാപ്പി എന്ന് പറയാം. പക്ഷെ ദാറ്റ് ചില സമയത്ത് ഒഴിവാക്കും, ചില സമയത്ത് വെക്കും. അതെന്തോ ആട്ടെ, ഈ ഷീ സെഡ് റിപ്പോർട്ടിംഗ് പാർട്ടാണ്, ഐ ആം ഹാപ്പി എന്നുള്ളത് സ്പീച്ച് പാർട്ടാണ്. ഇവയെ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം 4 തരം സെൻറ്റൻസ് ഉണ്ടെന്ന്. ഒന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അഥവാ അസേർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെൻ്റ് എന്ന് ഒരു സാധാരണ ഭാഷയിൽ പറയുന്നതുമായ സെൻറ്റൻസ്. മറ്റൊന്ന് നിങ്ങൾക്കറിയാം ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ടൈമിൽ നമ്മൾ ഇത് 2 സെൻറ്റൻസിനെ കുറിച്ചും പഠിച്ചതാണ്. പിന്നെ വരുന്ന ചോദ്യം ചിഹ്നത്തിൽ അവസാനിക്കുന്ന ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുമാണ്. ഈ 4 ടൈപ്പ് സെൻറ്റൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പിന്നീട് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ആമുഖമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ വീണ്ടും പറയുന്നു, ഷീ സെഡ് റിപ്പോർട്ടിംഗ് പാർട്ടാണ്, ഐ ആം ഹാപ്പി സ്പീച്ച് പാർട്ടാണ്. ഈ റിപ്പോർട്ടിംഗ് പാർട്ടിൽ വരുന്ന സെഡ്, ഇവിടെ സെഡ് എന്നുള്ള വേർബാണല്ലോ ഉള്ളത്. ഈ വേർബാണ് റിപ്പോർട്ടിംഗ് വേർബ്. ഇനി ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറയുന്നു, സെഡ് ദാറ്റ് എന്ന് പറയാം, സെഡ് ടു മീ ദാറ്റ് എന്ന് പറയാം, സെഡ് മീ ദാറ്റ് എന്ന് പറയരുത്. സെഡിന്റെ കൂടെ മീ വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിം വെക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെർ വെക്കുന്നുണ്ടെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ ടു ചേർക്കണം. സാധാരണ ഡയറക്റ്റ് സ്പീച്ചിൽ സെഡ് ടു മീ കണ്ടാൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഈ സെഡ് ടുവിനെ ഒറ്റ വാക്കാക്കി മാറ്റിയിട്ട് ടോൾഡ് എന്നാണ് ഉപയോഗിക്കുക. എന്നിട്ട് ടോൾഡ് മീ എന്നാണ് പറയുക. ഈ സെഡ് ടു മീ ദാറ്റ് എന്ന് വന്നാൽ, ഇപ്പൊ ഇവിടെ ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്നതിന് പകരം ഷീ സെഡ് ടു മീ ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ യാതൊരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും അതിലില്ല. എങ്കിലും സാധാരണ നമ്മൾ ഷീ ടോൾഡ് മീ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പരീക്ഷയിൽ വരുന്ന ഒരു ചോദ്യത്തിൽ നൽകുന്ന 4 ഓപ്ഷൻസിൽ ഒന്നിൽ ഇപ്പോൾ ഷീ സെഡ് ടു മീ ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്നും,
മറ്റേതിൽ ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ഹാപ്പി എന്നുണ്ടെങ്കിൽ രണ്ടും ശരിയായ ഉത്തരമാണെങ്കിൽ പോലും നിങ്ങൾ ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ വാസ് ഹാപ്പി ആണ് തിരഞ്ഞെടുക്കേണ്ടത്. PSC അതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ടോൾഡ് മീ ദാറ്റ് ആണ് വരിക, ടോൾഡ് ടു മീ ദാറ്റ് വരില്ല, ടോൾഡ് ദാറ്റ് വരില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നമ്മൾ ഓപ്ഷനിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഭാഗത്തേക്ക്, ഈ റിപ്പോർട്ടിംഗ് പാർട്ടിലേക്ക് പോകേണ്ട ആവശ്യം സാധാരണ വരാറില്ല, അപൂർവമായി വരാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരാൾ നമ്മളോട് നേരിട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അതിന് ചില മാറ്റങ്ങൾ വരും. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? 3 മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അത് എല്ലാ സെന്റൻസിലും ഈ 3 മാറ്റം വരണമെന്നില്ല. ചില സെന്റൻസിൽ 3 മാറ്റം ഒന്നിച്ചും വരാം. ഒന്നാമത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ ഡയറക്റ്റ് സ്പീച്ചിലുള്ള, അതായത് സ്പീച്ച് പാർട്ടിൽ വരുന്ന പേഴ്സണൽ പ്രോനൗൺസിൽ, പേഴ്സണൽ പ്രോനൗൺസ് നിങ്ങൾ പഠിച്ചതാണ്. 7 I, we, you, he, she, it, they. ഇത് നമ്മളെ ക്വസ്റ്റ്യൻ ഡേയിൽ പഠിച്ചതാണല്ലോ. ഈ പേഴ്സണൽ പ്രോനൗൺസിൽ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐയും വിയും, അതിൻ്റെ ഫോംസും അറിയാലോ നിങ്ങൾക്ക്, പറഞ്ഞു തന്നിട്ടുണ്ട്. നേരത്തെ തുടക്കത്തിൽ തന്നെ പഠിപ്പിച്ചു തന്നതാണ്. ഐക്ക് മൈ ഉണ്ട്, മീ ഉണ്ട്, മൈൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ, മൈസെൽഫ് എന്നൊക്കെ. അതും ഐയും അതിൻ്റെ ഫോംസും, അതുപോലെ തന്നെ വിയും അതിൻ്റെ ഫോംസുമാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു, അതിൻ്റെ മറ്റ് ഫോംസ്, യുവർ, യുവേഴ്സ്, ഇങ്ങനെ വരുന്നത്. യുവർ സെൽഫ്, യുവർ സെൽഫ്സ് അറിയാലോ. ഈ പേഴ്സണൽ പ്രൊനൗൺസിൽ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും മാറ്റത്തിന് വിധേയമാവും. എന്നാൽ തേർഡ് പേഴ്സണോ, അതായത് ഹി, ഷീ, ഇറ്റ്, ദൈ, അതിൻ്റെ ഫോംസ്, മറ്റ് ഫോംസ്, അതൊന്നും മാറ്റണ്ട. അത് അതേപടി ഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെയുണ്ടോ അതുപോലെ വെക്കാം. എന്നാൽ ഫസ്റ്റ് പേഴ്സൺ മാറും. ഫസ്റ്റ് പേഴ്സൺ മാറുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം നമ്മളിവിടെ ആദ്യം പറഞ്ഞ സെന്റൻസിൽ ഷീ സെഡ് ഐ ആം ഹാപ്പി എന്നാണ്. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലെ റിപ്പോർട്ടഡ് സ്പീച്ചിലായിരിക്കുമ്പോൾ ഷീ വാസ് ഹാപ്പി എന്നായല്ലോ. അത് ഐ എന്ന് പറയുന്ന ആളാരാണ്? ഷീ അല്ലേ? ഷീ ആണ് പറയുന്നത് ഐ എന്ന്. അപ്പൊ ഐനെ എന്തിലേക്ക് കൊണ്ടുപോകുന്നു? ഷീയിലേക്ക് കൊണ്ടുപോകണം. ഈ ഫസ്റ്റ് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സെഡ് എന്ന വേർബിന്റെ ഫസ്റ്റിൽ വരുന്ന ഭാഗം നോക്കിയാൽ മതി, സബ്ജക്റ്റിന്റെ ഭാഗം. സെക്കൻഡ് പേഴ്സൺ ആണ് യു. സെക്കൻഡ് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സെക്കൻഡ് ഭാഗത്തേക്ക് സെഡിന് ശേഷം നോക്കിയാൽ മതി. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഷീ സെഡ് ടു മീ, ആ സെന്റൻസ് ഉണ്ടല്ലോ, ഐ ആം ഹാപ്പിക്ക് പകരം യു ആർ ഹാപ്പി എന്ന് കരുതിക്കോ. അപ്പൊ ആ യു എവിടത്തേക്കാ പോകേണ്ടത്? യു സെക്കൻഡ് പേഴ്സൺ അല്ലേ? ഇവിടെ സെക്കൻഡിൽ വരുന്നത്, സെഡിന് ശേഷം വരുന്നത് മീ അല്ലേ? അപ്പൊ അവൾ എന്നോടാന്ന് പറയുന്നത് യു ആർ ഹാപ്പി എന്ന്. അപ്പൊ ഞാനാണല്ലോ. അപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ എന്തെന്ന്, ഷീ സെഡ് ടു മീ, അവൾ എന്നോട് പറഞ്ഞു ദാറ്റ് ഐ വാസ് ഹാപ്പി, അങ്ങനെ വരും. അപ്പോൾ ആ രീതിയിലാണ് മാറുക. അത് നിങ്ങൾക്ക് സെന്റൻസിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു മാറ്റം വരുന്നുണ്ട്. അത് ആരോട് പറഞ്ഞു എന്നതിനെ ആശ്രയിച്ചാണ്. രണ്ടാമത്തെ മാറ്റം വരുന്നത് ടെൻസിലാണ്. ടെൻസ് പ്രസന്റ് പാസ്റ്റിലേക്കും പാസ്റ്റ് പെർഫെക്റ്റിലേക്കും മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ആദ്യം പിടിക്കേണ്ടത്. ഒരു ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കിയിട്ട് ഉത്തരം എടുക്കാൻ വേണ്ടിയിട്ട് PSC പരീക്ഷയിൽ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആദ്യം പിടിക്കേണ്ട മർമ്മം ടെൻസാണ്. ടെൻസ് മാറ്റം നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിലും നമ്മൾ അടുത്ത തുടർന്ന് ഈ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മൂന്നാമത്തത് ടൈം ആൻഡ് പ്ലേസ് വേർഡ്സ് ആണ്. ടൈം മാറും, അതുപോലെ പ്ലേസും മാറും. ഒരാൾ നമ്മളോട് നാളെ എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ നമുക്ക് നേരിട്ട് മറ്റൊരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് നാളെ നിന്ന് ഉപയോഗിക്കാം.
പക്ഷെ റിട്ടേൺ ഇംഗ്ലീഷിൽ അത് പറ്റില്ല. കാരണം നാളെ എന്ന് പറയുന്നത് എപ്പോഴാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഇന്ന് നാളെ എന്ന് ഒരാൾ നമ്മളോട് പറയുന്നു, അതുപോലെ തന്നെ നമ്മൾ ഇന്നത് റിപ്പോർട്ട് ചെയ്യുന്നു, അത് നാളെ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇന്ന് നാളെ എന്ന് പറഞ്ഞ കാര്യം നാളെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നാളെ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അന്നേരം മറ്റന്നാളായി പോവല്ലോ. ഇന്ന് ചൊവ്വാഴ്ച, നാളെ എന്ന് പറയുന്നു, അപ്പൊ ബുധനാഴ്ച ഉദ്ദേശിക്കുന്നത്. ഇനി നാളെ അഥവാ ബുധനാഴ്ച നാളെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബുധനാഴ്ച നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് പറയും. അപ്പൊ ഇങ്ങനെ സമയത്തിന് മാറ്റം വരുന്നുണ്ട്. ഈ 3 മാറ്റങ്ങൾ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉണ്ടാവുമെന്ന് ഓർമ്മിക്കുക. പിന്നെ ഈ മാറ്റങ്ങളില് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും മാറുകയും ടെൻസും ടൈമും മാറാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഇപ്പം പഠിക്കരുത്. അത് വളരെ അപൂർവമായി പരീക്ഷയിൽ വരുന്ന ചോദ്യമാണ്. സാധാരണ പരീക്ഷയിൽ വരുന്ന ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിന്റെ സാധാരണ പരീക്ഷയിൽ എങ്ങനെയാണ് വരുന്നത്, റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാര്യം വ്യക്തമായി പഠിച്ചു വെക്കുക. അതിനുശേഷമാണ് നമ്മൾക്ക് ഈ നിയമത്തിൽ നിന്ന് മാറി വരുന്ന നിയമങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പൊ ഈ മാറ്റം നിങ്ങൾ ഓർമ്മിക്കുക. പേഴ്സണൽ പ്രോനൗൺസിൽ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും മാറ്റത്തിന് വിധേയമാകും, ടെൻസ് മാറ്റത്തിന് വിധേയമാകും, ടൈം വേർഡ്സും പ്ലേസ് വേർഡ്സും മാറ്റത്തിന് വിധേയമാകും. ഇക്കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ഒരു സെന്റൻസ് നോക്കിക്കോ. ഈ സെഡ് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് ടുഡേ. അപ്പോൾ ഇവിടെ നമ്മൾ കൊട്ടേഷൻ്റെ അകത്തുള്ള ഭാഗമാണെന്ന് നോക്കാം. നമുക്ക് തരുന്ന ഓപ്ഷൻസിൽ ഇവിടെ ഒരു ഐ ഉണ്ട്. ഐ അടക്കട്ടെ. നമ്മൾ ആദ്യം ഇവിടെ നോക്കണം, വേർബ് നോക്കുക. വേർബ് എന്താ ഉള്ളത്? ഹാവ് ഡൺ ആണുള്ളത്. ഈ ഹാവിൻ്റെ പാസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. കാരണം ഇപ്പോൾ സെഡ് പാസ്റ്റ് ആണ്. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഈ സെഡ് എന്ന് പറയുന്ന സെഡ് സേയുടെ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പാസ്റ്റ് ഫോമിനെ, സെഡ് പാസ്റ്റ് ഫോം ആണെങ്കിൽ നമ്മൾ അടുത്ത ക്ലോസിൽ ചേർക്കേണ്ടത് എന്താണ്? പാസ്റ്റ് തന്നെ ആയിരിക്കണം. ഈ സെഡ് ദാറ്റ് കഴിഞ്ഞിട്ട് ഹാവ് വെക്കാനോ ഹാസ് വെക്കാനോ പറ്റില്ല. അതിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് അതിൻ്റെ നിയമം. അപ്പൊ ഹാഡാണ് വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യാൻ എന്താണെന്നറിയോ? ഓപ്ഷൻസിൽ ഹാഡ് ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കും. പലപ്പോഴും അത് ഒരെണ്ണമായിരിക്കും. അപ്പോൾ ഈ ഹാഡ് ഉള്ള ഓപ്ഷൻ ഒന്നേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ പിന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അതിൽ ഐ മാറ്റിയിട്ടുണ്ടോ, ടുഡേ മാറ്റിയിട്ടുണ്ടോ, മൈ മാറ്റിയിട്ടുണ്ടോ, ഒന്നും നോക്കണ്ട. നിങ്ങൾ ആ ഹാഡ് മാത്രം ആയിട്ട് വന്നിട്ടുള്ള ഏക സെന്റൻസ് ഏതാണോ അത് തന്നെ അങ്ങോട്ട് തിരഞ്ഞെടുത്തോളം. അതായിരിക്കും ഉത്തരം. ഇതാണ് നമുക്ക് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എളുപ്പമാക്കി മാറ്റുന്നത്. ഇപ്പൊ അടുത്ത സെന്റൻസ് നോക്കാം. റജീന സെഡ് ടു മീ ഐ ക്യാൻ ഹെൽപ്പ് യു. സെഡ് പാസ്റ്റ് ആണല്ലോ, ക്യാന് പ്രസന്റ് ആണല്ലോ, പറ്റില്ല. ക്യാൻ എന്താവും? ക്യാനിന്റെ പാസ്റ്റ് കുഡാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് അവിടെയാണ്. ഓപ്ഷനിൽ കുഡ് വന്നിട്ടുള്ള സെന്റൻസ് ഏതാണ്? അപ്പൊ നോക്കുമ്പോൾ ഒരു സെന്റൻസേ ഉള്ളൂ, ബാക്കി 3ലും കുഡില്ല എങ്കിൽ ആ കുഡുള്ള സെന്റൻസ് തന്നെയാണ് ശരിയായ ഉത്തരം. രണ്ടിടത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് നോക്കാം. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് ടുഡേ. ഈ ഹാഡാണ് നമുക്ക് വേണ്ടത്. ഹാവിനെ ഹാഡ് ആക്കണം. അപ്പൊ ഹാഡുള്ള സെന്റൻസ് നോക്കുമ്പോൾ 2 എണ്ണം കാണുന്നു. അപ്പൊ നമുക്ക് അങ്ങ് എടുത്ത് പെട്ടെന്ന് എഴുതാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നിങ്ങൾ രണ്ടാമത് നോക്കുക. എന്താ രണ്ടാമത് നോക്കേണ്ടത്? 2 ഹാഡ് വന്നല്ലോ. അപ്പൊ രണ്ടാം ഭാഗം നോക്കുക. രണ്ടാം ഭാഗം കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഹാഡിന് ശേഷം വരുന്ന ഭാഗം. അതിന് മുമ്പത്തെ ഭാഗം അല്ല. അവിടെ ഐ ആണല്ലേ വരുന്നത്. ഇവിടെ ടുഡേ ഉണ്ടല്ലോ.
ടുഡേ മാറ്റത്തിന് വിധേയമാകും, ഒരു ടൈം വേർഡാണ്. ടുഡേ മാറ്റത്തിന് വിധേയമാകുന്നത് ദാറ്റ് ഡേ എന്നാണ്. അപ്പോൾ ഇതിലെ രണ്ടിടത്ത് ഹാഡ് ഡൺ ഉണ്ടെങ്കിൽ അതിൽ ഒരിടത്ത് ദാറ്റ് ഡേയും മറ്റൊരിടത്ത് ടുഡേ എന്നുമാണ് ഉണ്ടാകുക. അപ്പൊ ടുഡേ എടുക്കണ്ട, നമ്മൾ ദാറ്റ് ഡേ എടുത്താൽ മതി. ഇനി രണ്ടിടത്തും ദാറ്റ് ഡേ ഉണ്ട്, രണ്ടിടത്തും ഹാഡ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നോക്കേണ്ടതാണ് ഈ ഐനെ മാറ്റിയിട്ട് ഹീ ആക്കിയിട്ടുണ്ടോ എന്ന്. അത് ചിലപ്പോൾ ആക്കൂല, ഐനെന്നെ വെച്ചേക്കും. ഐന്ന് വെച്ചാൽ തെറ്റിയല്ലോ, കാരണം ഈ ഐ എന്ന് പറയുന്ന ആള് ഹീ ആണല്ലോ, അവനാണല്ലോ നമ്മളോട് നേരിട്ട് ഐ എന്ന് പറയുന്നത്. അപ്പൊ ഐ എന്ന് പറയുന്ന ആൾ അവനാണല്ലോ, അപ്പൊ അവനിലേക്ക് പോകണം, അതായത് ഹീയിലേക്ക് അത് പോകണം. അപ്പോഴെന്തായി? ആ ഹീ ഉള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ എഴുതേണ്ടി വരും ഉത്തരം. ഇനി ഇതെല്ലാം ശരിയാണെന്ന് കരുതാം, അതായത് ഈ ഹാഡ് ഡൺ ഹീസ് ഹോംവർക്ക് ദാറ്റ് ഡേ എന്ന് തന്നെ ഉള്ളത് എല്ലാത്തിലും അങ്ങനെ ഉണ്ട്. എങ്കിൽ നമ്മൾ എവിടെ പോകണം? ഈ റിപ്പോർട്ടിംഗ് പാർട്ടാണിൽ പോകേണ്ടത്. റിപ്പോർട്ടിംഗ് പാർട്ടിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അവിടെ ടോൾഡ് ചിലപ്പം ടോൾഡ് മീ എന്ന വേണ്ടടുത്ത് ടോൾഡ് ദാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടോൾഡ് ടു മീ ദാറ്റ്, അങ്ങനെ അവിടത്തേക്ക് പോകണം, എന്നിട്ട് പിടിക്കാം. പക്ഷേ നിങ്ങളതിന് ഭയപ്പെടുകയൊന്നും വേണ്ട. പരീക്ഷയിൽ അങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും വരാറില്ല. സാധാരണഗതിയിൽ നിങ്ങൾക്ക് വേർബിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടും, ടെൻസ് നോക്കിയിട്ട്. പിന്നെ അതിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ടൈം വേർഡ് നോക്കിയിട്ട് എന്ന് കിട്ടും. ഈ രണ്ടിൽ നിന്ന് മിക്കവാറും കിട്ടും. മൂന്നാമത്തിലേക്ക് കിടക്കുന്ന എണ്ണ അപൂർവമായിരിക്കും. അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുമ്പോൾ സംഗതി മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ടെൻസ് നോക്കും, ടെൻസിൽ മാറ്റം വന്നിട്ടുണ്ടോ. അത് ഒരെണ്ണത്തിലേ ഉള്ളെങ്കിലും പലപ്പോഴും ഒരെണ്ണത്തിലാണ് ഉണ്ടാകുക. ആ ശരിയാ, ഇപ്പൊ ഹാഡ് ഒന്നിലേ ഉണ്ടാവും, ഉടനെ ഹാഡ് എടുത്തിട്ട് അങ്ങോട്ട് എഴുതിക്കോളാം, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയൊക്കെ ആ മാറ്റം വരുന്നെന്ന് അറിയണ്ട. എന്തായാലും നമുക്ക് ഇപ്പൊ ഓക്സിലറി വേർബ്സിൽ മാറ്റം വരും. ഇപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ വില്ലുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അത് വുഡ് ആവണം. ഡയറക്റ്റ് സ്പീച്ചിൽ ഷാൽ ഉണ്ടെങ്കിൽ അത് മിക്കപ്പോഴും അത് വുഡിലേക്കാണ് മാറുക. ചിലപ്പോൾ അത് ഷുഡായി പോകും. അതെവിടെയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നമുക്ക് സെൻറ്റൻസ് എടുക്കുമ്പോൾ പറയാം. അല്ലെങ്കിൽ തന്നെ വേണമെന്നില്ല, ഇപ്പം തന്നെ നമുക്ക് പറയാം. ഈ ഐഷാൽ വിശാൽ എന്നാണ് സാധാരണ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചറിനെ കാണിക്കാൻ ഉപയോഗിക്കുക. ഐഷാൽ വിശാൽ. ഈ ഐഷാൽ ഹെൽപ്പ് യു എന്നുള്ളത് ഇൻഡയറക്റ്റിലേക്ക് പോകുമ്പോൾ ഹീ സെഡ് ഐ ഷാൽ ഹെൽപ്പ് യു എന്നാണെങ്കിൽ, ഇപ്പൊ ഹീ സെഡ് ഐ ഷാൽ ഹെൽപ്പ് യു ഒന്നിൽ ഐ ആയതുകൊണ്ട് ഷാൽ വെച്ചല്ലോ. പക്ഷേ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ ഈ ഐ മാറ്റിയിട്ട് അവിടെ ഹീ വെക്കും. അന്നേരം എന്താ സംഭവിക്കുക? പരീക്ഷയിൽ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഷാൽ ഷുഡാക്കാൻ പറ്റില്ല, കാരണം ഹീയുടെ കൂടെ ഈ സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ ഷാലല്ല ഉപയോഗിക്കുക, വില്ലാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്താകണം? അതിനെ വുഡാക്കി മാറ്റണം. അങ്ങനെയാണ് ഈ ഷാല് വുഡായി പോകുന്നത്. പിന്നെ അവിടെ ഐ തന്നെയാണ് വരുന്നതെങ്കിലോ, ഡയറക്റ്റ് സ്പീച്ചിൽ ഐ ഷാൽ ഹെൽപ്പ് യു എന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഐ മാറുന്നില്ല എന്ന് കരുതാം. എങ്കിലവിടെ ഷുഡ് ഉപയോഗിക്കാം, പ്രശ്നമില്ല. പക്ഷെ സാധാരണയിൽ മാറും ഐ. അതുകൊണ്ട് ഷാല് സാധാരണ അതിൽ ഷുഡാവില്ല, വുഡായിട്ടാണ് മാറുക. ക്യാനിനെ കുഡാക്കി മാറ്റണം. ഡയറക്റ്റ് സ്പീച്ചിലുള്ള ക്യാന് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കുഡാണ്. മേ മൈറ്റ് ആവും, മസ്റ്റ് ഹാഡ് ടു ആവും, മസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. പക്ഷെ മിക്കവാറും അത് ഹാഡ് ടു ആയിട്ടുള്ളതാണ് പരീക്ഷയിൽ വരാറുള്ളത്. അത് ആ സെന്റൻസിനെ കുറിച്ച് എടുത്ത് പിന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. നീഡിൻ്റെ മാറ്റാൻ പാടില്ല. നീഡിൻ്റെ, ഡയറിൻ്റെ, അതുപോലെ ഓട്ട് ടു, യൂസ്ഡ് ടു, ഇതൊന്നും മാറില്ല. ഇതെല്ലാം അതേപോലെ തന്നെയാണ് ഡയറക്റ്റിൽ ഉള്ളത് പോലെ തന്നെ ഇൻഡയറക്റ്റ്ലി വരും. ഡയറക്റ്റിലെ സാധാരണ ഡു വരുന്നത് നെഗറ്റീവിലാണ്. ഇപ്പൊ ഐ ഡോണ്ട് നോ എന്നല്ല പറയാ. അങ്ങനെ വരുന്ന സമയത്ത് അത് ഡിഡിലേക്ക് പോകും. അതുപോലെ ഡസ് വന്നാൽ ഡിഡിലേക്ക് പോകും. അതേസമയം ഡു വരും നെഗറ്റീവില് വരുന്നത്. ഇപ്പം ഡോണ്ട് റൈറ്റ് എന്നാണെങ്കിലോ, ഡോണ്ട് റൈറ്റ് എന്നുള്ളത് നമ്മളെന്താവും? ഡിഡിൻ്റ് റൈറ്റ് എന്നാവും. പിന്നെ ഡു റൈറ്റ് ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അത് നേരെ പോകുമ്പോൾ ഡു റൈറ്റ് നമുക്ക്
ഡൂവിൻ്റെ പാസ്റ്റ് ഡിഡ് ആണല്ലോ, അപ്പോൾ റോട്ടിലേക്ക് കൊണ്ടുപോകണം. അത് സെൻറ്റൻസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക. ഡസ് റൈറ്റ് റോട്ടിലേക്ക് പോകും. ഡയറക്റ്റ് സ്പീച്ചിൽ ഡിഡ് വന്നാൽ അത് ഹാഡിലേക്ക് പോകും. ഡയറക്റ്റ് സ്പീച്ചിൽ ആമി സാറ് വന്നാൽ അതിൻ്റെ പാസ്റ്റായ വാസ് വെയറിലേക്ക് പോകും. അതുപോലെ ഡയറക്റ്റ് സ്പീച്ചിൽ വാസ് വെയർ വന്നാൽ അത് ഹാഡ് ബീനിലേക്ക് പോകും. ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ഹാവ് ഹാസ് ഇവ ഹാഡിലേക്ക് പോകും. ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ഹാഡ് പ്ലസ് വേവ് വന്നാൽ അത് ഹാഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഹാഡ് റിട്ടൺ എന്നാണെങ്കിൽ അത് ഹാഡ് റിട്ടൺ ആയിട്ട് തന്നെയാണ് വരിക. ഇതാണ് ഓക്സിലറി വേർബിൻ്റെ മാറ്റം. ഇനി വേർബിലേക്ക് വന്നാലോ, ഓക്സിലറി ഇല്ലാത്ത വേർബ് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന റൈറ്റ്സ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയ റോട്ടിലേക്ക് പോകും. സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന റോട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയ ഹാഡ് റിട്ടേണിലേക്ക് പോകും. അതേസമയം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയ ഹാഡ് റിട്ടേണിൽ മാറ്റമില്ല, അതിനപ്പുറം ടെൻസ് ഇല്ലാത്തത് അത് അതേപടി വെക്കും. ഇപ്പോൾ നിങ്ങൾ മാറ്റം നോക്കുക. ഷീ സെഡ്, അവൾ പറയുന്നത്, മൈ ഹസ്ബൻഡ് ക്യാൻ സ്പീക്ക് 5 ലാംഗ്വേജസ്. ക്യാൻ കണ്ടല്ലോ, ഇത് കുഡായാലേ സെൻറ്റൻസ് ശരിയാവും. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പം പലപ്പോഴും കുഡുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അന്നേരം നമ്മൾ എന്താ മതി, ആ കുഡ് എന്ന് എടുത്താൽ മതി, പിന്നെ വേറൊന്നും ചിന്തിക്കാനില്ല. അപ്പോൾ ഇതെങ്ങനെ വരുന്നത്? ഷീ സെഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് കുഡ് സ്പീക്ക് 5 ലാംഗ്വേജസ്. രാഹുൽ സെഡ് ഷീ ഹാസ് റിട്ടൺ 5 നോവൽസ്. ആസ് ആഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. രാഹുൽ സെഡ് ദാറ്റ് ഷീ ഹാഡ് റിട്ടൺ 5 നോവൽസ്. ഷീ തേർഡ് പേഴ്സൺ ആണ്, മാറ്റത്തിന് വിധേയമാവില്ല. ഷാലിമ സെഡ് ഐ റോട്ട് 2 നോവൽസ് ലാസ്റ്റ് ഇയർ. റോട്ട് സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകണം, ഹാഡ് റിട്ടണിലേക്ക്. ഷാലിമ സെഡ് ദാറ്റ് ഷീ ഹാഡ് റിട്ടൺ 2 നോവൽസ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ വേർബിൽ പിടിച്ചിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തണം. ആദ്യത്തെ പിന്നെ നമ്മുടെ ശ്രമം അവിടെ ആയിരിക്കണം. അപ്പോൾ ടെൻസ് നിങ്ങൾ ശരിക്കും പഠിച്ചിരിക്കണം. ഇനി വരുന്നത് ടൈം പ്ലേസ് മാറുന്നതാണ്. നോക്കുക, ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ടുഡേ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ദാറ്റ് ഡേ എന്നാവുന്നു. ടുമാറോ ദ നെക്സ്റ്റ് ഡേ എന്നും ദ ഫോളോയിങ് ഡേ എന്നും 2 തരത്തിൽ പറയാം. യെസ്റ്റർഡേ എന്നത് ദ പ്രീവിയസ് ഡേ എന്നായും ടുനൈറ്റ് ദാറ്റ് നൈറ്റ് ആയി മാറുന്നു. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നത് 2 days ബിഫോർ എന്നാവുന്നു. ദ ഡേ ആഫ്റ്റർ ടുമാറോ എന്നത് ഇൻ 2 days ടൈം എന്നോ ഇൻ 2 days എന്നോ ആയിട്ട് മാറും. എഗോ ബിഫോർ ആയിട്ട് മാറുന്നു. നൗ ദെൻ ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എന്നിവയൊക്കെ ദ ഫോളോയിങ് വീക്ക്, ദ ഫോളോയിങ് മന്ത്, ദ ഫോളോയിങ് ഇയർ എന്നായിട്ട് മാറുന്നു. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ എന്നിവ ദ പ്രീവിയസ് വീക്ക്, ദ പ്രീവിയസ് മന്ത്, ദ പ്രീവിയസ് ഇയർ എന്നായിട്ട് മാറുന്നു. ടൈം എക്സ്പ്രഷൻസിൽ ഉപയോഗിക്കുന്ന ദിസ് ദാറ്റായും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ദിസ് ദീസ് എന്നിവ ദ എന്നായും പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്ന ദിസ് ഇറ്റായും അതുപോലെ തന്നെ പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്ന ദീസ് ദൈ ദം ഇങ്ങനെ സബ്ജക്റ്റാണോ ഒബ്ജക്റ്റാണോ നോക്കിയിട്ട് അങ്ങനെയും മാറുന്നു. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ വിലയിരുത്തേണ്ടതില്ല, ഞാനത് വിശദമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് നോക്കാം, കൂടുതൽ അന്നേരം പഠിക്കാം. പിന്നെ ഹിയർ എന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ ദേർ എന്നായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ പഠിക്കണം. നോക്കുക, ഷീ സെഡ് ഐ റോട്ട് എ ഷോർട്ട് സ്റ്റോറി യെസ്റ്റർഡേ. റോട്ട് സിമ്പിൾ പാസ്റ്റ്, അതിന് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് റിട്ടൺ. യെസ്റ്റർഡേക്ക് ദ പ്രീവിയസ് ഡേ. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് റിട്ടൺ എ ഷോർട്ട് സ്റ്റോറി ദ പ്രീവിയസ് ഡേ. ഷമൽ സെഡ് ഐ ആം ഗോയിങ് ടു ദ ലൈബ്രറി ദിസ് ഈവനിങ്. ഷമൽ സെഡ് ദാറ്റ് ഹി വാസ്. ഐ ആം പ്രസന്റ്. ഹി വന്ന് ഐനെ ഐ എന്ന് പറയുന്നത് ഷമലാണല്ലോ, അപ്പോൾ ഹി. അപ്പോൾ ആമിൻ്റെ പാസ്റ്റ് വാസ്, ഹി സിംഗുലർ ആൻഡ്. ദിസ് ഈവനിങ് എന്നുള്ളത് എന്തായി, ദാറ്റ് ഈവനിങ് ആയി. കാരണം ദിസ് ഈവനിങ് ടൈം എക്സ്പ്രഷൻ ആണല്ലോ, അതുകൊണ്ട് അതെന്തായി, ടൈം എക്സ്പ്രഷനിൽ ദിസ് വന്നാൽ അത് ദാറ്റ് ആയിട്ട് മാറി. അതുപോലെ രാധിക സെഡ് ദിസ് ഈസ് എ ഗുഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇപ്പോൾ രാധിക സെഡ് ഇറ്റ് വാസ് എ ഗുഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇവിടെ ദിസ് സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്, പ്രോനൗൺ അല്ലേ, അപ്പോൾ അതിനെ ഇറ്റാക്കിയിട്ട് മാറ്റി. he said it to me. These novels are unput downable. ദീസ് നോവൽസ് എന്ന് പറയുമ്പോൾ നോവൽസിൻ്റെ മുമ്പിൽ ദീസ് വന്നു, അതുകൊണ്ട് അത് എന്തായിട്ട് മാറുന്ന, അഡ്ജക്റ്റീവായിട്ട് മാറുക. ഒരു നൗണിന് മുമ്പിൽ വരുന്ന വാക്കിനെ
അഡ്ജക്റ്റീവ് എന്നല്ല നമ്മൾ പറയാം. അതുകൊണ്ട് ഈ ടോൾഡ് മീ ദാറ്റ് ദ നോവൽസ് വെയർ അൺപുട്ട് ഡൗണബിൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ടതില്ല. ദിസ് വേണോ, ഇറ്റ് വേണോ, പിന്നെ ദാവാണോ? അത് പൊതുവെ പരീക്ഷയിൽ അത്രയും ചോദ്യങ്ങൾ കുറവാണ്. വന്നാൽ തന്നെ ഇവിടെയൊന്നും അവർ പിടിക്കാറുമില്ല. പക്ഷെ അതെന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ആമുഖമായി പഠിക്കേണ്ട കാര്യം. ഇനി നമ്മൾ പഠിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നതിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് മാറുന്നതെന്ന് ഓരോ സെന്റൻസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മാറുന്നത് പഠിക്കാം. തുടർന്ന് വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും.